കേക്കിൽ നിന്ന് എന്താ പുക വരുന്നതെന്ന് ഓർക്കണ്ട കേട്ടോ. നമുക്ക് മഴയും കറണ്ടും ഒക്കെ പണി തന്ന ഒരു കേക്കാണ് 1 kg സ്പാനിഷ് ഡിലൈറ്റ്. അപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ തന്ന വർക്കാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 1 hour ദൂരമുണ്ട് അവരുടെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റാകുകയും വേണം. തലേ ദിവസം ഒരു വെളുപ്പിന് ഒരു കറണ്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ കറണ്ട് വരുന്നത് നമ്മൾ ഈ കേക്ക് കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് നേരെ എടുത്ത് ഫ്രീസറിലേക്ക് വെച്ചു. തലേ ദിവസമേ നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേക്ക് അത്യാവശ്യം സെറ്റായിരുന്നു. പിന്നെ ഫ്രീസറിലേക്ക് വെച്ചതുകൊണ്ടിട്ട് കേക്കിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ആദ്യം വർക്ക് ചെയ്യുമ്പോഴേക്കും ഫൈനൽ ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത് ഈ റൂമിൽ ഒട്ടും വെട്ടമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് കേക്ക് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാമെങ്കിലും ആ സമയത്ത് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ബേക്കിംഗ് ലൈഫിലും ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.